ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇതിന് മുമ്പ് ഉണ്ടാകാത്ത ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ ഇങ്ങനൊരു ആത്മവിശ്വാസം ഈ ചെറിയ കുറഞ്ഞ വ്യാപ്തിൽ ഉണ്ടായത് രഹസ്യം. ഒരിക്കലും LDFന് തിരിച്ചടി ഉണ്ടാകാത്ത സ്ഥലങ്ങളിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിച്ച് നോക്കിയാൽ അത് പ്രത്യേകമായ അവസ്ഥയാണെന്ന് കാണാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മുടെ നാടിൻ്റേതായ അനുഭവം വെച്ചുകൊണ്ടാണ് ജനങ്ങൾ വിധി എഴുതുക. അതായത് ഈയൊരു വർഷത്തെയോ കഴിഞ്ഞ 5 വർഷത്തെയോ അനുഭവങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും LDFൻ്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങൾ നേടിയ നേട്ടങ്ങളുണ്ടല്ലോ. അതിലൊന്ന് അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന പ്രത്യേകത നമ്മുടെ നാട് നേടിയിട്ടുണ്ട്. രാജ്യത്ത് വ്യാപകമായി അഴിമതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകരിക്കുന്നു. ഇത് കണക്കാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ, ആ നാടിൻ്റെ അനുഭവത്തിൽ ഓരോ ആൾക്കും അവരവരുടേതായ അനുഭവങ്ങളുണ്ട്. നേരത്തെ അനുഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ആരെങ്കിലും നിയമിക്കുന്നതിന് ആരെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടതായി വരുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? ഇത് ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ അതായിരുന്നോ പഴയ കാലം? പഴയ കാലത്ത് പലതിനും ചില തരത്തിലുള്ള റേറ്റുകൾ നിശ്ചയിച്ചിരുന്നല്ലോ. ആ കാലമേ മാറിപ്പോയില്ലേ? അത് കാലത്തിൻ്റെ മാറ്റം കൊണ്ട് മാത്രം സംഭവിച്ചതാണോ? ആ മാറ്റത്തിന് LDFൻ്റെതായ ഒരു പങ്കുണ്ടല്ലോ. LDF സ്വീകരിച്ച നയസമീപനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നാടിൻ്റെ മുന്നിലുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ കഴിയല്ലോ. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഇതിലൊക്കെ അത്ഭുതാവഹമായ മാറ്റങ്ങളിലേ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ ഒരു ജനറൽ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ മാത്രം കഴിവ് നേടി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ടല്ലേ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നേരത്തെയുള്ള നവജാത ശിശുക്കളുടെ മരണനിരക്ക് വലിയ തോതിൽ കുറഞ്ഞ് 5% എത്തി നിൽക്കുന്നത്. അതാണെങ്കിൽ ലോക റെക്കോർഡായിട്ടല്ലേ മാറുന്നത്. അമേരിക്കയുടെ 5.6 ആകുമ്പോഴല്ലേ നമ്മൾ 5% നിൽക്കുന്നത്. അതേപോലെ തന്നെ മാതൃമരണ നിരക്കും വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ഇതൊക്കെ റെക്കോർഡാണല്ലോ. രാജ്യത്തിൻ്റെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ മാറ്റം എങ്ങനെ വന്നതാണ്? വിദ്യാഭ്യാസ രംഗം നമ്മുടെ 2016 ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ സ്കൂളുകൾ, അന്നത്തെ എണ്ണം 1000-ലധികമായിരുന്നു തോന്നുന്നുണ്ട്, സ്കൂൾ അടച്ചുപൂട്ടാൻ നിശ്ചയിച്ച് നിൽക്കുന്ന ഘട്ടമായിരുന്നു.
അടച്ചു പൂട്ടുന്നതിനുള്ള ലിസ്റ്റിൽപ്പെട്ടതായിരുന്നു. പക്ഷേ ആ വിദ്യാഭ്യാസ രംഗം എത്ര ഫലപ്രദമായിട്ടാണ് മാറിയത്? ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ അധികം പോകുന്നില്ല. ജൂൺ 1 സ്കൂൾ തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകം വേണ്ടേ? 2016 മുൻപുള്ള അവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും കുറച്ച് പ്രായമുണ്ടല്ലോ. 2016 ശേഷം മാത്രം വന്നവരെല്ലാവരും. അന്ന് പുസ്തകം ഇല്ലാതെ ഫോട്ടോസ്റ്റേറ്റ് എടുത്ത് അധ്യാപകർക്ക് കൊടുക്കേണ്ടി വന്നില്ലേ കുട്ടികൾക്ക്? എന്തിൻ്റെ കുറവാത്? ഏതിൻ്റെ ഭാഗമാണത്? അപ്പം കൃത്യമായൊരു പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടല്ലേ? ആ രംഗത്തെ അവഗണിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ? എന്നാൽ അതിനുശേഷമുള്ള സ്ഥിതി എന്താണ്? ഇപ്പോൾ നേരത്തെ തന്നെ പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിൽ കിട്ടുകയല്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അനുഭവത്തിലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനം എങ്ങനെ പോകണം എന്ന് ജനങ്ങൾ തീരുമാനിക്കും.